ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ലവബിൾ സൈക്കോ. എൻ്റെ പേര് റിഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കിന് മുന്നേ എൻ്റെ സൂപ്പർ ഫ്രണ്ട്ലി ഡിസ്ക്ലെയിമർ പറയാം. എൻ്റെ ഡിസ്ക്ലെയിമർ ഇച്ചിരി ലെങ്തിയാണ്, സോ ഫീൽ ഫ്രീ ടു സ്കിപ്പ് ഇറ്റ് ആൻഡ് ജംപ് സ്ട്രേറ്റ് ടു ദ മെയിൻ ടോപ്പിക് ഇഫ് യു വാണ്ട് ടു. ഞാനൊരു പ്രൊഫഷണൽ യൂട്യൂബറോ ഇൻഫ്ലുവൻസറോ ഒന്നുമല്ല. മോണിറ്റൈസേഷൻ, ലൈക്ക്, സബ്സ്ക്രിപ്ഷൻ ഒന്നിനും വേണ്ടിയല്ല ഈ വീഡിയോസ് ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് മൈ വീഡിയോസ് ആർ യൂഷ്വലി ഷോർട്ട് ഫ്രാഗ്മെൻറ്റ്സ്, intentionally kept brief because I feel it's better to discuss about one topic at a time and give it the attention it deserves. Everything I share here comes from my own job search, my own experiences, observations, mistakes, lessons and insights. My hope is simply that something I learned along the way might be useful to someone else on their journey. വീഡിയോ കാണുമ്പോൾ വിഷ്വൽസും കൂടി ഫോളോ ചെയ്യാൻ ഞാൻ സജസ്റ്റ് ചെയ്യും. കാരണം പല സമയത്തും വിഷ്വൽ കൺസെപ്റ്റ്സ് കുറച്ചുകൂടി നന്നായി കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യും. And I always want to say this: take what helps you, ignore what doesn't, and always follow what suits your path. I am not claiming to have all the answers. Every job search journey is different, every person is different, and every situation is different. These are simply thoughts, experiences, and insights shared with a genuine intention that they may help someone move one step closer to their goal. So, if anyone wants to get in touch, and the email is write2rish.nz@gmail.com. I'll be more than happy to help when I have a moment. So feel free to reach out whenever you want. So അപ്പം നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ലെറ്റ്സ് ഗോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ജോബ് സെർച്ച് സ്ട്രാറ്റജിയുടെ പേരാണ് കാം പെർസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി. ദിസ് സ്ട്രാറ്റജി ഈസ് വെരി ക്ലോസർ ടു ഇമോഷണൽ റെസിലിയൻസ് സ്ട്രാറ്റജി. ലൈക്ക് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോയിൽ ഹൗ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ് ഇൻ ജോബ് സെർച്ച്. അതുപോലെ തന്നെ ഒരു മൈൻഡ് സെറ്റ് തിങ്ങാണ് കാം പെർസിസ്റ്റൻസ്. സോ നമ്മൾ ജോബ് സെർച്ചിൽ ജോബ് ആപ്ലിക്കേഷൻസ് ഒരുപാട് അപ്ലൈ ചെയ്യും, ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പലതവണ അപ്ലൈ ചെയ്യും. ചില സമയത്ത് നമ്മളൊന്നും തിരിച്ച് കേൾക്കത്തില്ല, ആൻഡ് അറ്റ് ടൈംസ് വി ഗെറ്റ് ദിസ് റിജക്ഷൻ മെയിൽസ്, അറ്റ് ടൈംസ് വി ഗെറ്റ് ഗോസ്റ്റിംഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർവ്യൂസിന് വേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതും CV ഉണ്ടാക്കുന്നതും കവർ ലെറ്റർ ക്രിയേറ്റ് ചെയ്യുന്നതും എല്ലാം ഭയങ്കര കീ ആണെങ്കിലും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അബൌട്ട് ഹൗ യു അപ്രോച്ച് യുവർ ജോബ് സെർച്ച്. സോ ആ ജോബ് സെർച്ചിന് ഭയങ്കര എഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് കാം പെർസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി. എല്ലാ ആൾക്കാരും വിചാരിക്കാറുണ്ട് സക്സസ് റിയലി കംസ് ഫ്രം ഫൈൻഡിങ് ദാറ്റ് പെർഫെക്റ്റ് ഓപ്പർച്യൂണിറ്റി, ഒരു ലക്കി ബ്രേക്ക്, we find a lucky recruiter, one good interview. But if you start looking at careers, നമുക്ക് മനസ്സിലാവും സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ ലൈഫിൽ that is not actually what has happened. Most careers are built by people who kept showing up long after others gave up. ഞാൻ ഇതിനു മുന്നേയുള്ള ഇമോഷണൽ റെസിലിയൻസ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ടായിരുന്നു, നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഇസ് ടു കീപ്പ് അവർ എനർജി ആൻഡ് മൈൻഡ് സെറ്റ് അപ്പ് ബട്ട് സ്റ്റിൽ നോട്ട് ഗെറ്റിംഗ് ടയർഡ്. നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. സോ ഇപ്പം കാം പെർസിസ്റ്റൻറ്റ് സ്ട്രാറ്റജി ബേസിസിൽ ഐ വിൽ ഗിവ് യു ആൻ എക്സാമ്പിൾ. ഫോർ എക്സാമ്പിൾ, ദർ ആർ 2 job seekers. Both apply for 20 jobs and both of them get some rejections. Both of them are getting silence from employers, and naturally both of them are feeling disappointed. And the difference is from here on, like what happens next. The first person takes every rejection personally. After a few setbacks, he starts thinking like, maybe I'm not good enough, maybe nobody wants me, maybe this is not going to work. Their confidence drops, their motivation disappears, and eventually they stop applying. It's not just because that they lack ability, but because they have lost momentum. ഇത് ഭയങ്കര കോമൺ ആയിട്ട് ഞാൻ ജോബ് സെർച്ചേഴ്സിൽ കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ചില ആൾക്കാർ ഭയങ്കര പ്രതീക്ഷയോട് കൂടി ഒരുപാട് ജോലികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. ഒരു 10 റിജക്ഷൻ വന്നു കഴിയുമ്പോൾ ഇനി 15 ദിവസത്തേക്ക് ജോബ് സെർച്ച് അപ്ലൈ ചെയ്യത്തില്ല, ഭയങ്കര ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ 15 ദിവസം കഴിഞ്ഞ് വീണ്ടും എങ്ങനെയെങ്കിലും ഒരു മൂഡൊക്കെ വന്ന് വീണ്ടും ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേന് വീണ്ടും റിജക്ഷൻ വരും, വീണ്ടും ഡിസപ്പോയിൻറ്റഡ് ആവും. അപ്പം ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സണെ പറ്റി പറയാം. The second person was also got the same setbacks, like he got the same rejection, he got the same silence, and he got the same uncertainty. But the second person responded differently. Instead of stopping his job search from there, he was like thinking, what can I learn from this? What can I improve? What should I try differently next time?
They start adjusting their CV, they start improving their interview answers, they start strengthening their LinkedIn profile, they continue networking, and then they apply again. I belong, I strongly believe I belong to the second person category, because ഞാൻ അങ്ങനെയായിരുന്നു. ഞാൻ ജോബ് സെർച്ചിൽ ഐ നെവർ സ്റ്റോപ്ഡ്. എന്നെ ഡിസപ്പോയിൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ആദ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എൻ്റെ മൈൻഡ് സെറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. കുറേ നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്തെങ്കിലും റിജക്ഷൻ വന്നു കഴിഞ്ഞാലോ, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ദിവസം എന്തെങ്കിലും ഒരു ജോലിക്ക് അപ്ലൈ ഒരു ചേഞ്ചോ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചില്ല, ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ഐ സ്റ്റാർട്ടഡ് ചേഞ്ചിങ് മൈ CV, സ്റ്റൈല് മാറ്റുക. CVനെയൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു വീട് അലങ്കരിക്കുന്ന പോലെ കണ്ടിരുന്നത്. സ്റ്റൈല് മാറ്റുക, ഈ ഡാറ്റ കൊണ്ട് അപ്പുറത്തിടുക, ചില ചെറിയ ചെറിയ ചേഞ്ചസ് മേക്ക് ചെയ്യുക, കവർ ലെറ്റർ ചേഞ്ച് ചെയ്യുക, ലിങ്ക്ഡിൻ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആകുക. അങ്ങനെ ഐ നെവർ സ്റ്റോപ്പ് ട്രൈങ്. സോ that is what you call calm persistence. It's not like you're putting yourself in a stubborn state, like stubborn persistence alla. It's not like blind persistence alla. It's like calm. You're very, നമ്മൾ വളരെ calm ആയിട്ട് നമ്മുടെ ജോബ് സെർച്ചിനെ നേരിടുന്നതിനാണ് calm persistence എന്ന് പറയുന്നത്. With calm persistence, you actually understand that setbacks are very normal, rejections are normal, and waiting is normal. പിന്നെ പീരീഡ് ഓഫ് സൈലൻസ് ഒക്കെ ഭയങ്കര നോർമലാണെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യണം. അപ്പം ഈ അടുത്ത കാലത്ത് ഒരാൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേനും എനിക്ക് പരിചയമുള്ള ഒരാൾ ഭയങ്കര റെസ്റ്റ്ലെസ് ആണ്. അപ്പോൾ കുറച്ച് ജോലികൾക്ക് അപ്ലൈ ചെയ്യും, പിന്നെ കുറച്ച് ദിവസം സാഡ് ആവും, പിന്നെ സെൻഡിയാണ്, പിന്നെ ബഹളമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല അപകടങ്ങളെ പറ്റി നമുക്ക് ഓൾറെഡി അറിയാവുന്നുണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ് സോ ഈസി. സോ ഫോർ എക്സാമ്പിൾ, അക്സെപ്റ്റൻസ് ആണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കീ എന്ന് പറയുന്ന പോലെ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുവാണ്, നാളെ നിങ്ങൾക്കൊരു റിജക്ഷൻ വരും കേട്ടോ, സോ ജസ്റ്റ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നാളെ നിങ്ങൾക്ക് ആ റിജക്ഷൻ വരുമ്പോൾ നിങ്ങൾ ഓക്കെ ആയിരിക്കും. അതിൽ നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ലൈഫിൽ പ്ലാൻ ചെയ്യുമ്പോഴത്തേന് നമുക്കൊരു അക്സെപ്റ്റൻസ് ഉണ്ടെങ്കിൽ ഇറ്റ് ഗെറ്റ് സോ ഈസി. നമ്മൾ ന്യൂസിലാൻഡ് മാർക്കറ്റിൽ വന്ന് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേന് ദ ഫസ്റ്റ് തിങ് ദാറ്റ് യു നീഡ് ടു അക്സെപ്റ്റ് ഇസ് ദാറ്റ് ദിസ് ഇസ് നോട്ട് ഗോയിങ് ടു ബി ഈസി. Job search is going to really get tough. You are a migrant. You need to accept it. It is not going to be easy. The first job search is indeed going to be very hard. അതൊന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വലിയ ഡിഫറൻസ് ആണ് നമ്മുടെ ലൈഫിൽ മേക്ക് ചെയ്യുന്നത് ഒന്ന് തിങ്ക് ചെയ്ത് നോക്കി. സോ വിത്ത് കാം പെർസിസ്റ്റൻസ് അണ്ടർസ്റ്റാൻഡ് ദിസ്. നമ്മൾ എത്ര കാമായിട്ട് നമ്മൾ റിയാലിറ്റീനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ലൈക്ക് ആൻഡ് യു ആർ സ്റ്റിൽ പെർസിസ്റ്റിംഗ് വിത്ത് യുവർ ഗോൾസ്. പറഞ്ഞ മനസ്സിലായി? ദാറ്റ് ഇസ് വൈ യു കോൾ ഇറ്റ് കാം persistence. You are cool as well in terms of what's happening, and you are still persisting with your goals. പല ആൾക്കാരും ഞാൻ പറഞ്ഞതുപോലെ തന്നെ they treat every application like it's a final judgment on their work. അവരിങ്ങനെ ഓരോ ഇൻ്റർവ്യൂവിനും ഒരു വാർ സോൺ പോലെ കാണുന്നത്. ലൈക്ക് ഇറ്റ് ഈസ് നോട്ട് ആക്ച്വലി. each interview is an opportunity to get closer to your real role. ശരിയല്ലേ? Just understand this. Even if you're getting rejected in one role, you are actually creating history. You are actually creating data. And every rejection that you are coming across is an experience. Experience കൂടിക്കൊണ്ടിരിക്കുകയാണ്. And if you have the good mindset to keep on learning when you're being rejected, every experience, every rejection, every opportunity is going to teach you something. The people who improves the fastest are usually the people who learn the fastest. Now, നമുക്ക് ക്ലിയർ ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. കാം പെർസിസ്റ്റൻസ് ഡസ് നോട്ട് മീൻ obsessing over every application. It doesn't mean checking your mail every 5 minutes. It doesn't mean taking rejection personally, and definitely doesn't mean comparing yourself constantly to other people. നമ്മൾ കാമായിട്ട് നമ്മൾ കമ്പാരിസൺ ഭയങ്കര കൂടുതലാണ് നമ്മൾ ജോബ് സെർച്ച് ചെയ്യുമ്പോൾ. ഫോർ എക്സാമ്പിൾ, ചിലപ്പോൾ നമുക്ക് പരിചയമുള്ള 2-3 പേര് ജോബ് സെർച്ച് ചെയ്യുന്നുണ്ടാകും. ചിലപ്പോൾ അവർക്ക് പെട്ടെന്ന് ജോലി കിട്ടി കഴിയുമ്പോഴത്തേന് ചില ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവർ ഭയങ്കര ഡിമാൻഡ്. എന്തിന്? what you need to really understand is that everybody follows a different journey in their life. നമ്മളിപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ജേണിയാണോ നമ്മുടെ കൂടെ ജോബ് സെർച്ച് ചെയ്ത ആട്ടല്ല, അത് അവരുടെ ഡെസ്റ്റിനിയാണ്. എന്താ നമ്മൾ ഒരിക്കലും മറ്റുള്ളവരെ ഫോളോ ചെയ്തിട്ടായിരിക്കണം നമ്മുടെ ജോബ് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യുക പോലും ചെയ്യരുത്. നമ്മളൊരു ഗുഡ് വൈബ് കീപ്പ് ചെയ്യണം. വി ജസ്റ്റ് നീഡ് ടു ബി ഓൺലി ഫോക്കസ്ഡ് ഓൺ ഹെൽപ്പിംഗ് ആസ്. നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുക, നമ്മൾ നല്ലപോലെ ജോബ് സെർച്ച് ചെയ്യുക. നമ്മളിങ്ങനെ വെറുതെ കമ്പയർ ചെയ്യാതിരിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഭയങ്കര കാമാണെന്ന് പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയി മെയിൽ ചെക്ക് ചെയ്യുന്നതല്ല കാര്യം. ഞാൻ ഇന്നാളിനെ പറഞ്ഞല്ലോ, ഔട്ട്കം ഡസൻറ്റ് മാറ്റർ, യുവർ മൈൻഡ് സെറ്റ് റിയലി മാറ്റേഴ്സ്. നമ്മൾ നല്ലപോലെ അപ്ലൈ ചെയ്യാം. നമ്മൾ എന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കഴിയുമ്പോഴത്തേനും അതൊരു ടാസ്ക് ആയിട്ട് കണ്ടിട്ട് അടുത്ത കാര്യത്തിലോട്ട് പോവുക. സോ ആക്ച്വലി യു വോണ്ട് ഫീൽ ദാറ്റ് ഹെവിനെസ് വെൻ യു ഗെറ്റ് എ റിജക്ഷൻ, ബിക്കോസ് നമുക്ക് ഓൾറെഡി അറിയാം, ഐ ആം ഇൻ മൈ ജേർണി, ഐ ആം സ്റ്റിൽ ട്രൈങ് വെരി ഹാർഡ് ഫോർ മൈ റോൾ. അറ്റ് സം പോയിന്റ് എനിക്ക് ആ റോൾ വരുമെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാവും.
So, calm persistence looks like this. ഈ വേർഡ് ഭയങ്കര ഹാർഡല്ലേ, കാം പെർസിസ്റ്റൻസ് പറയുമ്പോൾ തന്നെ എനിക്ക് അവിടെ ഇവിടെയൊക്കെ പാളിപ്പോകുന്നു. So, it is like sending your applications consistently. It is like following up professionally, and it's continuing your network conversations. Keep on improving your CV and interview skills, staying visible on LinkedIn and learning from everyone. So it is like having a very good mindset when you're doing your job search. You are indeed okay with your rejections. You are okay with your job search. You are ready to persist. You are ready to be consistent. You are ready to apply all the time. You are ready to follow up professionally. You are ready to keep in touch with people. You are continuing your network conversations. പിന്നെ നമ്മുടെ അസറ്റ്സ് ആയിട്ടുള്ള CV കവറും ലിങ്ക്ഡിനും അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. കീപ് ഓൺ ലേണിംഗ് ഓൾ ദ ടൈം. ദാറ്റ് സോർട്ട് ഓഫ് എ മൈൻഡ് സെറ്റ്. ഈ സ്ട്രാറ്റജി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊമെൻറ്റം ബീറ്റ്സ് മോട്ടിവേഷൻ. മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യം ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. മോട്ടിവേഷൻ കംസ് ആൻഡ് ഗോസ്. ഇറ്റ് ഈസ് ഹാർഡ് ഫോർ അസ് ടു കീപ്പ് അസ് മോട്ടിവേറ്റഡ് ഓൾ ദ ടൈം. ചിലപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴായിരിക്കും നമ്മൾ മോട്ടിവേറ്റഡ് ആവും. അയാൾ എപ്പോഴും വന്ന് നമ്മുടെ അടുത്ത് പറയുമോ? ചില ആൾക്കാർ സെൽഫ് മോട്ടിവേറ്റഡ് ആവും. പക്ഷേ കാം പെർസിസ്റ്റൻസിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ത മൊമെൻറ്റം. ശരിയല്ലേ? നമ്മളിപ്പം ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ ശ്രദ്ധിച്ച് നോക്കിയാൽ മതി. രണ്ട് ബാറ്റ്സ്മാൻമാർ വെൻ ദേ ആർ ബാറ്റിംഗ് ഓൺ 50 ദേ സ്റ്റാർട്ട്സ് അവർ ഒരുപാട് 4 or 6 ഒക്കെ അടിച്ചു തുടങ്ങും. വൈ? ബിക്കോസ് ദേ ആർ ഇൻ മൊമെൻറ്റം. ബിക്കോസ് ദേ ഹാവ് ബീൻ, അവർ കുറേ നേരം ഫൈറ്റ് ചെയ്ത് അവർ കൺസിസ്റ്റൻ്റ് ആയി. നൗ ദേ സ്റ്റാർട്ട്സ് ബിൽഡിങ് മൊമെൻറ്റം. അങ്ങനെയാണ് ബിഗ് ഇന്നിങ്സസ് ബിൽഡ് ചെയ്യുന്നത്. അപ്പം ഈ കാം പെർസിസ്റ്റൻസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ഓൾവേസ് ഹാവ് ദിസ് മൊമെൻറ്റം ആൻഡ് യു ആർ ഓൾവേസ് ഇൻ ഫ്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയല്ല ജോബ് സെർച്ച് ചെയ്യുന്നതെങ്കിൽ ദർ വിൽ ബി ഡേയ്സ് ദാറ്റ് യു വിൽ ഫീൽ ഇൻസ്പയർഡ് and there will be days that you will feel discouraged, and that's completely normal. But momentum keeps you moving even when motivation disappears. ശരിയല്ലേ? മോട്ടിവേറ്റഡ് അല്ലെങ്കിൽ പോലും even if you are moving calmly, even if you are persisting with your goals, I mean your momentum is still there, and that momentum will really help you go forward and forward. momentum ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഫിറ്റ്നസിൻ്റെ കേസിൽ എന്നാ പറയാം? തിങ്ക് അബൌട്ട് ഫിറ്റ്നസ്. ആരും healthy ആയിട്ടിരിക്കുന്ന it is not because that they have exercised once. It is because they do it persistently. It is like small actions repeated consistently over time. ഒരു ദിവസം രാവിലെ എഴുന്നേറ്റ് 2 എക്സസൈസ് ചെയ്തുകൊണ്ടോ, മാസത്തിൽ ഒരു ദിവസം ജിമ്മിൽ പോയത് കൊണ്ടാണോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പല ആൾക്കാരെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നു? നോ. ഇറ്റ് ഈസ് ബിക്കോസ് അവർക്കൊരു ഗോൾ ഉണ്ട് അവരുടെ മനസ്സിൽ. അപ്പം and they do it regularly. It's the smaller actions that are being repeated over a consistent period of time. And the same thing is happening in job search. You just need to follow your actions for a continuous period of time. Seriously, understand this, that every application that you are putting forward in your job search is going to teach you something. Every conversation is going to really expand your network. Every interview is going to improve your communication, improve your answers. Every rejection helps you refine your approach, and eventually those improvements begin to stack up. ആദ്യമൊന്നും നമുക്ക് ഈ ഡിഫറൻസസ് കാണാൻ പറ്റത്തില്ല. ഈ മൊമെൻറ്റം എന്താണെന്നും ഇതൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. ഒരു കാര്യം ഇത്രയും മനസ്സിലാക്കിയാൽ മതി. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കൺസിസ്റ്റൻ്റ് ആയിരിക്കണം. ആൻഡ് നമ്മൾ ഈ സ്ട്രാറ്റജിയുടെ ഇമ്പോർട്ടൻസ് ഇത്രയേ ഉള്ളൂ. യു കീപ് യുവർ മൈൻഡ് സെറ്റ് വെരി ക്ലീൻ. യു കീപ് യുവർ മൈൻഡ് സെറ്റ് ലൈക്ക് ഐ എം ഗോയിങ് ടു ഡു മൈ തിങ്സ് ഈവൻ ദോ ഐ എം ഗെറ്റിംഗ് റിജക്ഷൻസ്. ഐ എം ഓക്കെ വിത്ത് റിജക്ഷൻസ് ബിക്കോസ് ഐ നോ ദിസ് ഇസ് എ ജേർണി എന്ന് പറഞ്ഞിട്ട് നമ്മൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ്. സോ ആദ്യമൊക്കെ നമുക്ക് ഇതിൽ വലിയ ഡിഫറൻസസ് ഒന്നും നമുക്ക് കാണുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ലൈക്ക് യു സ്റ്റാർട്ട് ഫീലിംഗ് ദാറ്റ് ഇറ്റ്സ് ഇൻവിസിബിൾ. പക്ഷേ പതുക്കെ മാസങ്ങളൊക്കെ നമ്മളിങ്ങനെ ജോബ് സെർച്ച് ചെയ്യുമ്പോഴത്തേന് നമ്മൾക്ക് മനസ്സിലാവും യു ഇംപ്രൂവിങ് യുവർ സെൽഫ്. നമുക്ക് ശരിക്കും മനസ്സിലായി തുടങ്ങും. ലൈക്ക് നമ്മളുടെ ഈ കാം മൈൻഡ് സെറ്റ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുമെന്ന് നമുക്ക് മനസ്സിലാവും. ആൻഡ് യു സ്റ്റാർട്ട്സ് ഫീലിംഗ് ദാറ്റ് യു ആർ ക്രിയേറ്റിംഗ് സം മൊമെൻറ്റം. യു സ്റ്റാർട്ട്സ് ഫീലിംഗ് ദാറ്റ് അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റെഫറൻസസ് ഒക്കെ വരുന്നുണ്ട്, കോൾസ് വരുന്നുണ്ട്. ആൻഡ് നൗ യു സ്റ്റാർട്ട്സ് ഫീലിംഗ് ദാറ്റ് യു ആർ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് മോർ പീപ്പിൾ. യു ആർ ഗെറ്റിംഗ് മോർ ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഗെറ്റിംഗ് മോർ ഓപ്പർച്യൂണിറ്റി. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊരു ദിവസം മാജിക് പോലെ സംഭവിക്കുന്നതല്ല. ചില ആൾക്കാരൊക്കെ പറയും അവൻ്റെ സമയം ശരിയായി. ആക്ച്വലി അവൻ്റെ സമയം ശരിയായതല്ല, അവൻ്റെ സമയം കാലങ്ങളെടുത്ത് ശരിയാക്കിയതാണ്. കാലങ്ങളോളം അവൻ നെറ്റ്വർക്കിംഗ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അവൻ്റെ മൊമെൻറ്റം ഒക്കെ ബിൽഡ് ചെയ്ത് അവൻ്റെ മൈൻഡ് സെറ്റ് ഒക്കെ ശരിയാക്കി അവൻ പെതുക്കെ അപ്ലൈ ചെയ്ത് അവൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേന് ആക്ച്വലി ദ കർമ്മ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രൈക്കിംഗ് ബാക്ക്. നൗ ദ വേൾഡ് ഇസ് ഗിവിംഗ് ഹിം ബാക്ക് ടു ഹിം. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം അവൻ്റെ സമയം ശരിയാവുന്നില്ല.
So just understand this. Calm persistence is about being persistent calmly. I love this reminder. Many careers are not built by one lucky opportunity. They are built by people who stayed calm, kept improving, and continued showing up long after others gave up. So ഇപ്പം നിങ്ങളുടെ ജോബ് സെർച്ച് ഭയങ്കര സ്ലോ ആണെങ്കിൽ, just remember this. You don't need to have everything figured out today. ഇന്ന് തന്നെ എല്ലാം ശരിയാക്കൊന്നും വേണ്ട. Don't think like that. You don't need immediate results to be making progress. You don't need to win every opportunity. You simply need to keep moving forward. ഓരോ ആപ്ലിക്കേഷൻ ചെയ്യുമ്പോഴും ഒരു കാര്യം ചിന്തിക്കുക, ഞാൻ ക്ലോസറായി, ഞാൻ ചെയ്യുന്നുണ്ട്, ഐ എം ഗോയിങ് ആൻഡ് ഓരോ കോൺവെർസേഷൻസും ഓരോ നെറ്റ്വർക്കിംഗ് ഓപ്പർച്യൂണിറ്റീസും ഇസ് ഗെറ്റിംഗ് യു ക്ലോസർ ആൻഡ് ക്ലോസർ. എല്ലാ ദിവസവും എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുക. ലൈക്ക് one at a time, and slowly your momentum starts changing and you starts improving, because persistence creates opportunities, and when you are doing it with a lot of calmness, it creates sustainable success, and your future is built not by what happens once, but by what you consistently do over time. So just basic ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, keep showing up, keep doing what you do all the time, keep just learning and keep improving. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടിലും ക്ലോസർ ആയിരിക്കും നമ്മുടെ നെക്സ്റ്റ് ഓപ്പർച്യൂണിറ്റി. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് ഇറ്റ്. താങ്ക് യു. ഹോപ്പ് ദിസ് ഹെൽപ്സ്. Small steps, big wins.